നന്നായാലൊന്നായി. ഇതാരാണ് എഴുതിയത്? ഇത് എഴുതിയ കവി ആരാ? കുഞ്ഞുണ്ണി മാഷ്. ഇനി ഇത് നമ്മൾ ഒന്നിച്ച് ചൊല്ലാൻ പോവാണ്. ഞാൻ ചൊല്ലിടേൻ്റെ ബാക്കിയാണ് നിങ്ങൾ ചൊല്ലേണ്ടത്. ഞാൻ ഒന്നായാലെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചൊല്ലണം? നന്നായി. ഞാൻ നന്നായെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നായി. ഓക്കെ, അപ്പൊ തുടങ്ങാം. ഒന്നായാൽ നന്നായാൽ, ഒന്നായാൽ നന്നായാൽ, ഒന്നായാൽ നന്നായാൽ. അപ്പൊ നന്നാവാനും ഒന്നാവാനുമാണ് നമ്മളെല്ലാവരും എവിടേക്ക് വരുന്നത്? സ്കൂളിലേക്ക് വരുന്നത്. നന്നാവാനും ഒന്നാവാനുമാണ് നമ്മളെല്ലാവരും സ്കൂളിലേക്ക് വരുന്നത്. ഓക്കെ, ഞാൻ തുള്ളി വെള്ളം കുടിച്ചതാണ്. ഇനി നിങ്ങൾ നല്ല ശ്രദ്ധിച്ചിരിക്കുമെങ്കിൽ ഒരു കഥ ഞാൻ പറയാം. ആ കഥയിൽ ഞാൻ ഇടയ്ക്ക് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അതാണ് പുറകിലേക്ക് കേൾക്കേണ്ടി വെച്ചത്. ഞാൻ ഒരു സദ്യയൊക്കെ കഴിച്ചു പോകുന്ന ഒരു പട്ടരച്ചൻ്റെ കഥയാണ് പറയും. ഒരു പട്ടരച്ചൻ പണ്ട് സദ്യയൊക്കെ കഴിച്ച് വയറൊക്കെ വീർത്തു. ചോറ്, സാമ്പാർ, പായസം, പപ്പടം, പുളിയഞ്ചി, അവിയൽ, ഓലൻ, കാളൻ, ഉപ്പേരി, അച്ചാറ്, പുളിയഞ്ചി, പായസം 2 തരം ഒക്കെ കഴിച്ച് വയറുത്തറ വീർപ്പിച്ച് അങ്ങനെ കണ്ണ് കാണാതെ ഒരു കാട്ടിലൂടെ നടന്നു പോവുമായിരുന്നു. നട്ടുച്ച സമയത്താണ് സദ്യ കഴിഞ്ഞ് നടന്നു പോവുമായിരുന്നു. അപ്പോൾ പട്ടച്ചക്കർ നടന്നു പോകുമ്പോൾ നല്ല തടിയുള്ള ആളാണ്. പട്ടച്ച ഒരു വിളി കേട്ടു. അപ്പോൾ തിരിഞ്ഞു നോക്കി, ആരെയും കാണാനില്ല. അപ്പോൾ പട്ടച്ച തോന്നിയതാവും വിചാരിച്ചിട്ട് കുറച്ചും കൂടി മുന്നോട്ട് പോയി. പട്ടച്ച അപ്പോഴും തിരിഞ്ഞു നോക്കി, അപ്പോഴും ആരെയും കാണാനില്ല. കുറച്ചും കൂടി അങ്ങനെ നടന്നു, തോന്നിയതാവും എനിക്ക് വിചാരിച്ചു. പട്ടച്ച അപ്പം നോക്കുമ്പോൾ ആരായിരുന്നു അറിയോ? ഒരു പുലി. ആ പുലി ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ട്, ഒരു കെണിയിൽ. ആ പുലി ഇങ്ങനെ തടിയൊന്നുമില്ലാതെ മെലിഞ്ഞ് ചാവാനായിരുന്നു. എന്താ കാരണം? തിന്നാനൊന്നും കിട്ടിയിട്ടില്ല. കുറേ ദിവസമായിട്ട് തിന്നാനൊന്നും കിട്ടാതെ കിടക്കുകയാണ്. അപ്പോൾ ഈ പുലി പട്ടച്ചോനെ പറഞ്ഞു, പട്ടച്ച, ഞാൻ ഭക്ഷണമൊന്നും കിട്ടാതെ വിശന്ന് ചാവാനായി. കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ചാവും. അപ്പം അതുകൊണ്ട് ഈ കൂടൊന്ന് തുറന്നിട്ട് എന്നെ വിടണം എന്ന് പറഞ്ഞു. അത് ശരി, പുലിനെ ഞാൻ തുറന്നു വിടേ? ഞാനായിട്ട് തുറന്നു വിട്ടാൽ നീ എന്ത് ചെയ്യും? എന്നെ കടിച്ചു മുറിച്ച് തിന്നില്ലേ? ഇല്ലല്ലോ പട്ടച്ച, ഞാൻ പാവല്ലേ, വിശന്ന് ചാവാനായ പുലിയല്ലേ, അങ്ങനെയൊക്കെ ചെയ്യോ? അത് മാത്രമല്ല, എന്നെ രക്ഷിക്കുന്ന ആളല്ലേ, അതുകൊണ്ട് ഒന്ന് തുറന്നു വിടുമെന്ന് പറഞ്ഞു. ഞാൻ തുറന്നില്ല. പുലി കരച്ചിൽ തുടങ്ങി, കരച്ചിലോട് കരച്ചിൽ. അപ്പോൾ പട്ടച്ചന് തോന്നി, പുലിയാണെങ്കിൽ ഒരു ജീവനല്ലേ, ചത്തുപോയാൽ കഷ്ടല്ലേ, രക്ഷിക്കണ്ടേ. അങ്ങനെ എന്തു ചെയ്തു? ആ കൂട് മെല്ലെ തുറന്നതും പുലിങ്ങട് ചാടി പുറത്തേക്ക്. എനിക്ക് വെച്ചിട്ട് വയ്യ, ഞാനിപ്പം അങ്ങനെ തിന്നുന്നു. എന്താ പുലിയെ ഇങ്ങനെ ചതിക്കണേ? നിന്നെ തിന്നില്ല പറഞ്ഞിട്ടല്ലേ വിട്ട്, ഇങ്ങനെ ചതിക്കാൻ പാടുണ്ടോ? അതൊന്നും എനിക്കറിയില്ല, ഞാൻ വിശന്നിട്ട് ഇരിക്കുകയാണ്, 4 ദിവസമായി ആഹാരം കഴിച്ചിട്ട്, അവിടെ ആരെങ്കിലും തിന്നേ പറ്റുള്ളൂ പറഞ്ഞു. പട്ടച്ചൻ പറിക്കാൻ തുടങ്ങി, കരച്ചിൽ തുടങ്ങി. എന്താ പുലിയെ ഇങ്ങനെയൊക്കെ പറയണേ? എന്ത് ചതിയാക്കി ചെയ്ത്, നിന്നെ ഞാനല്ലേ രക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞ് പുലി ഇങ്ങനെ പറിച്ചു. പട്ടച്ചൻ ഇങ്ങനെ പറിച്ചു. പക്ഷെ പുലി പറഞ്ഞു, അങ്ങോട്ട് കാര്യമില്ല, എനിക്ക് വിശക്കുണ്ട്, എനിക്കിപ്പോൾ വേറെ ഇര തേടാനൊന്നും പോകാൻ സമയമില്ല, അതുകൊണ്ട് നിന്നെ ഞാൻ തിന്നുന്നു. അപ്പൊ പുലി ഈ പട്ടച്ചൻ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, ഇപ്പം തിന്നരുത്, നമുക്കൊരു 4 ആളോട് ചോദിക്കാം. 4 ആളോട് ചോദിച്ചിട്ട് അവരൊക്കെ ന്യായമായിട്ട് ഇന്നെ തിന്നോളാനാ പറയണ വെച്ചാൽ ഇത് നിന്നെ തിന്നോ. ആയിക്കോട്ടെ എന്നാണ് പുലി. എന്നാ നടക്കു പറഞ്ഞു. പട്ടച്ചൻ മുമ്പിൽ, പുലി പിന്നാലെ.
ആദ്യം ഒരാന ഇങ്ങനെ മരം വലിക്കുന്നു കണ്ടു. അപ്പൊ ഈ ആനോട് പറഞ്ഞു പട്ടച്ചൻ, ആനെ, ഞാൻ ഈ പുലി വിശന്ന് ചാവാറായി കിടക്കായിരുന്നു. ഈ പുലിനെ കൂട്ടിന് തുറന്നു വിട്ടു, രക്ഷിച്ചു ഞാൻ. ഇപ്പം ഈ പുലി പറയണത് ഇന്നെ തിന്നണമെന്നാണ്. ന്യായാണോ ആനെ? ആന പറഞ്ഞു, എന്താ സംശയം? മനുഷ്യരൊക്കെ ക്രൂരന്മാരല്ലേ? എന്നെ മരം വലിപ്പിക്കല്ലേ, പൂരത്തിന് എഴുന്നള്ളിക്കല്ലേ, വെയിൽ കൊണ്ടിക്കല്ലേ, തിന്നാൻ തരാതെ കഷ്ടപ്പെടുത്തുന്ന മനുഷ്യന്മാരല്ലേ? കിട്ടിയതിനൊക്കെ തിന്നല്ലേ വേണ്ട. നീ തിന്നോ പുലിയും. ഇനി എന്താ ചെയ്യാ? ഇനി എത്ര ആളോട് ചോദിക്കും? ആ, രണ്ടാമത് പോയത് ഒരു കഴുതട എടുത്തേക്കാൻ. ഈ കഴുതട പുറത്ത് നിറച്ച് പാരാണ്. അപ്പോൾ ഈ പട്ടച്ചൻ പറഞ്ഞു, ഞാനിങ്ങനെ ഈ പുലി കൂട്ടിക്കിടക്കായിരുന്നു, ചാവാരായിരുന്നു, രക്ഷിച്ചു. ഇപ്പൊ പുലി പറയണത് എന്നെ തിന്നണമെന്നാണ്. ന്യായാണോ കഴുതേ? ആ, എന്താ സംശയം? എൻ്റെ പുറത്ത് പാര കണ്ടില്ലേ? എത്ര പാരാ ഞാൻ ഏറ്റിന്. എന്താ എനിക്ക് എൻ്റെ ഉടമ തിന്നാൻ തരിക? എന്തെങ്കിലും തരും, തിന്നാനും തരില്ല, അടിക്കും ചെയ്യും. പാരെടുത്തിട്ട് അടിക്കും ചെയ്യും. ഭയങ്കര ക്രൂരന്മാരാ മനുഷ്യന്മാര്. നീ തിന്നോ പുലിയേ. പിന്നെ പട്ടച്ചൻ പറയാൻ തുടങ്ങിട്ടോ. രണ്ടാള് തിന്നോളാൻ പറഞ്ഞു. ഇനി എത്ര ആളുണ്ട്? ആ, രണ്ടാള്. മൂന്നാമത് പോയത് ഒരു പോത്തിൻ്റെ അടുത്തേക്കാണ്. ആ പോത്തിനെ ഇങ്ങനെ കൂട്ടുകയാണ്. അപ്പൊ പോത്തിനോട് ചോദിച്ചു, അല്ല പോത്തെ, ഞാൻ ഈ പുലി ഇങ്ങനെ ചാവാൻ നേരത്ത് രക്ഷിച്ച ഒരാളാണ്. ഇപ്പൊ ഈ പുലി പറയണത് എന്നെ തിന്നണമെന്നാണ്. അപ്പൊ അതിന് വല്ല ന്യായം ഉണ്ടോ? പോത്ത് പറഞ്ഞു, എന്താ ന്യായക്കടെ? എന്നെ കണ്ടില്ലേ, രാവിലെ തൊട്ടിട്ട് ഇങ്ങനെ കണ്ടത്ത് കൂടെ കൂട്ടുകയാണ്. ഉച്ചക്ക് ലേശന് കഞ്ഞിയുടെ വെള്ളം തരും, ഒന്നും തിന്നാൻ തരില്ല. ഈ മനുഷ്യന്മാരൊക്കെ ക്രൂരന്മാരാണ്. നീ തിന്നോ പുലിയും. അപ്പോഴേക്കും പട്ടച്ചൻ പറിച്ചു, ആകെ വശം കെട്ടു. ഇനി എത്ര ആളുള്ളത്? ആ, ഒരേ ഒരാളോടാ ചോദിക്കാനുള്ളത്. അങ്ങനെ നടന്നു പോയി. അപ്പോഴൊരു കുറുക്കനെ കണ്ടു. അപ്പൊ കുറുക്കനോട് പറഞ്ഞു പട്ടച്ചൻ, പുലിയാണ് പറഞ്ഞത്. പുലി പറഞ്ഞു, കുറുക്ക, ഞാനിങ്ങനെ കൂട്ടിക്കിടക്കായിരുന്നു, വിശന്ന് ചാവാനായിരുന്നു. അപ്പൊ ഞാൻ ഈ പട്ടച്ചനോട് തുറന്നു തരാൻ പറഞ്ഞു. അങ്ങനെ തുറന്നു തന്നു. തുറന്നു തന്നിട്ട് എനിക്ക് വിശന്നിട്ട് വയ്യ, എനിക്കിപ്പോൾ ഈ പട്ടച്ചനെ തിന്നണം. അതിന് വല്ല കുഴപ്പമുണ്ടോ? അപ്പൊ കുറുക്കൻ എന്തെങ്കിലും ആലോചിച്ചു. നീ എവിടെ കിടന്നിരുന്നത്? ആ, മനസ്സിലായി മനസ്സിലായി. പട്ടച്ച ഇങ്ങനെ കൂട്ടിക്കിടക്ക. അപ്പൊ നീ തുറന്നു കൊടുത്തു അല്ലേ? അങ്ങനെയല്ല, പുലി ഞാനാണ് കൂട്ടിക്കിടന്നിരുന്നത്. പട്ടച്ചൻ തുറന്നു തരുന്നത്. ആ, മനസ്സിലായി മനസ്സിലായി. പട്ടച്ച ഇങ്ങനെ കൂട്ടിൽ കിടക്കുമ്പോ നീ പോയി തുറന്നു കൊടുത്തു. അങ്ങനെയല്ല കുറുക്ക, ഞാനാണ്. ഏത് കൂട്ടില്? കണ്ണൊക്കെ കൂട്ടുകൊള്ളു നോണയും പറഞ്ഞുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് കൂട് കാണുന്നു. അങ്ങനെ കുറുക്കനും പുലിയും പട്ടച്ചനും കൂടി കൂട് കാണാൻ വേണ്ടി പോയി. ആ കൂട് കണ്ടപ്പോ കുറുക്കൻ പറഞ്ഞു, പുലി പറഞ്ഞു, ഞാൻ ആ കൂട്ടിലാ കിടന്നിരുന്നത്. ആ കൂട്ടിലാ ഇയ്യാ? അന്യനേല് കൊള്ളില്ല, നോണ പറയാ പുലിയെ. ഞാൻ വിശ്വസിക്കില്ല. അതേ കുറുക്ക, ഞാൻ ആ കൂട്ടിലായിരുന്നു. ഒന്ന് നോണ പറയാതിരിക്കും പുലി, എങ്ങനെ പുളു അടിക്കല്ലേ? ഞാൻ വിശ്വസിക്കില്ല. അവസാനം പുലിക്ക് ദേഷ്യം വന്നു. എത്ര പറഞ്ഞാലും വിശ്വസിക്കില്ല. ഞാൻ കാട്ടിത്തരാന്ന് പറഞ്ഞിട്ട് പുലി എന്ത് ചെയ്തു? ഓടിപ്പോയി കൂട്ടിരിക്കാൻ കയറി. പുലി കൂട്ടിരിക്കാൻ കയറിയത് കുറുക്കൻ എന്ത് ചെയ്തു? വാതിലിക്കടേ അടച്ചു. പുലിനെ വീണ്ടും എന്ത് ചെയ്തു? കൂട്ടിലാക്കി. ആരെ രക്ഷിച്ചു? ആരെ രക്ഷിച്ചു? ആ പട്ടച്ചനെ. ഇതെങ്ങനെ സാധിച്ചത്? ശക്തി കൊണ്ടാണോ ബുദ്ധി കൊണ്ടാണോ? ആ, ബുദ്ധി കൊണ്ട് അല്ലേ? അപ്പൊ ബുദ്ധി ഉണ്ടെങ്കിൽ ശക്തിയേക്കാൾ കാര്യം നടക്കും. നിങ്ങളൊക്കെ ബുദ്ധിയില്ലേ? നല്ല ബുദ്ധിയില്ലേ? കുറുക്കൻ്റെ ബുദ്ധിയില്ലേ? അല്ലേ? ആ, അങ്ങനെ കുറുക്കൻ്റെ ബുദ്ധിയുള്ള കുട്ടികളാണ് നമ്മളൊക്കെ. നമ്മുടെ ബുദ്ധി വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കൂളിൽ വരുന്നത് അല്ലേ? ഓക്കെ, ഒരു കഥ കൂടി പറയാണ്ട്. അത് ചെറിയൊരു കഥയാണ്. ആ കഥ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നിങ്ങൾ വർത്തമാനം പറഞ്ഞാൽ കഥ അപ്പം നിർത്തും. വർത്തമാനം പറഞ്ഞാൽ കഥ അപ്പം നിർത്തും. അപ്പം ഈ കഥ ചെറിയ കഥയാണ്.
ടോൾസ്റ്റോയ് കഥയാണ്. ടോൾസ്റ്റോയ് എന്ന് പറയുന്ന വിഖ്യാത റഷ്യൻ കഥാകാരൻ എഴുതിയിട്ടുള്ള ഒരു ചെറിയ കഥയാണ്. ഒരു സിംഹത്തിൻ്റെ കഥ. ഒരു സിംഹം ഉണ്ടാകുന്ന ഒരു കാഴ്ച ബംഗ്ലാവിൽ. ആ സിംഹത്തിന് എന്തെങ്കിലും തീറ്റ കൊടുക്കും. അപ്പോൾ ഒരു ദിവസം ഒന്നും കിട്ടിയില്ല. അപ്പോൾ തെരുവ് കൂടെ നടക്കണ ഒരു പട്ടീനെ കിട്ടി. ആ പട്ടീനെ കൊണ്ട് കൂട്ടിലിട്ട് കൊടുത്തു. പട്ടി പേടിച്ചിട്ട് സിംഹത്തിനെ കണ്ട് കൂട്ടിൻ്റെ ഉള്ളിൽ മാറി മാറി നിന്നു. പിന്നെ കൂട്ടിന് പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ ഈ സിംഹം വിശന്നിട്ടിങ്ങനെ നിൽക്കുക തിന്നാൻ. അപ്പം ഈ പട്ടീനെ ഇങ്ങനെ നോക്കി, ഒരു ചൊക്കിളി പട്ടി തടിയൊന്നും ഇല്ലാതെ. ഈ പട്ടീനെ കുറേ നേരം നോക്കി സിംഹം അങ്ങനെ ഇരുന്നു. കുറേ നേരം ഇരുന്നു. എന്നിട്ട് സിംഹം തീരുമാനിച്ചു, ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. അങ്ങനെ സിംഹവും പട്ടിയും കൂട്ടുകാരായി. 1.5 കൊല്ലം ഈ പട്ടിയുടെ കൂടെ ഈ സിംഹം ഒരേ കൂട്ടിൽ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ആ പട്ടി ചത്തുപോയി. ചത്ത പട്ടിയുടെ അടുത്ത് സിംഹം അങ്ങനെ ദുഃഖത്തോടു കൂടി ഇരുന്നു. ഒരു ദിവസം ഇരുന്നു, ഭക്ഷണമൊന്നും കഴിച്ചില്ല. 2ാമത്തെ ദിവസം ഇരുന്നു, ഭക്ഷണമൊന്നും കഴിച്ചില്ല. 3 ദിവസം ഇരുന്നു, 4 ദിവസം ഇരുന്നു, 5 ദിവസം ഇരുന്നു. ഭക്ഷണമൊന്നും കഴിക്കാതെ ആ കാട്ടിലെ രാജാവായ സിംഹവും ആ കൂട്ടിൽ ചത്തുവീണു. ഇതെന്തിൻ്റെ കഥയാണ്? സ്നേഹത്തിൻ്റെ കഥ. അപ്പോ സ്നേഹത്തിന് കൂട്ടുകൂടാൻ വലിപ്പ ചെറുപ്പം പ്രശ്നമാണോ? പ്രശ്നമാണോ? വലിയവനോടെ കൂട്ടുകൂടാൻ പാടുള്ളതുണ്ടോ? ആർക്കും ആരുമായും കൂട്ടുകൂടാം. അതാണ് സിംഹം നമ്മളെ പഠിപ്പിച്ചത്, അല്ലേ? അപ്പൊ നിങ്ങളുടെ കൂട്ടുകാർ കറുത്തവരാണോ വെളുത്തവരാണോ, പണമുള്ളവരാണോ പണമില്ലാത്ത ആളാണോ, അങ്ങനെ നോക്കേണ്ടതുണ്ടോ? ഭംഗിയുള്ള ആളാണോ ഭംഗിയില്ലാത്ത ആളാണോ, അങ്ങനെ നോക്കിയിട്ടാണോ കൂട്ടുകൂടുക? അല്ല, കൂട്ടുകൂടാൻ മാനദണ്ഡം സ്നേഹം മാത്രമാണ് എന്നാണ് ആ ടോൾസ്റ്റോയ് ആ കഥയിലൂടെ നമുക്ക് പറഞ്ഞത്. അങ്ങനെ സ്നേഹത്തിൻ്റെ പാഠങ്ങളൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. ആ സ്നേഹത്തിലേക്ക് നയിക്കുന്ന ഒരു കവിത കൂടി പാടിക്കൊണ്ട് ഞാൻ നിർത്തും. ആ കവിത നിങ്ങൾ എൻ്റെ കൂടെ ചൊല്ലണം കേട്ടോ. വളരെ ചെറിയൊരു കവിതയാണ്. കവിതയുടെ പേര് റൊട്ടി എന്നാണ്. കവിതയുടെ പേര് കേട്ടിട്ടുണ്ടോ? കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കണം. ആദ്യം ഞാനൊന്ന് ചൊല്ലും, അപ്പം നിങ്ങൾ കൂടെ ചൊല്ലണ്ട. അതിനുശേഷം നിങ്ങൾ കൂടി ചൊല്ലി ഞാൻ 2 ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യം കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഇവിടെ സമാപിക്കും. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കട്ടോ. റൊട്ടി എന്നാണ് കവിതയുടെ പേര്. ഒരു കുട്ടി പണ്ടൊരു റൊട്ടി കട്ടു, അവനെ മുതിർന്നവർ കെട്ടിയിട്ടു. പാടണ്ട, കേട്ടാ മതി. ഒരു കുട്ടി പണ്ടൊരു റൊട്ടി കട്ടു, അവനെ മുതിർന്നവർ കെട്ടിയിട്ടു. വന്നവർ മാറി മാറി വേദനിപ്പിച്ചു, വിഷം തളിച്ചു. വന്നവർ മാറി മാറി വേദനിപ്പിച്ചു, വിഷം തളിച്ചു. ആയുടെയുണ്ടായ മോഷണങ്ങൾ എല്ലാം അവനു സമ്മതിച്ചു. ആയുടെയുണ്ടായ മോഷണങ്ങൾ എല്ലാം അവനും സമ്മതിച്ചു. വിദ്യാലയം വിട്ട് ബെല്ലടിച്ചു, വണ്ടികളേറെ കടന്നുപോയി. വിദ്യാലയം വിട്ട് ബെല്ലടിച്ചു, വണ്ടികളേറെ കടന്നുപോയി. അപ്പടി കുട്ടിയുടെ കുട്ടിയെ കെട്ടിട്ടിരിക്കുകയാണ്, അല്ലേ? പോലീസ് വന്നു കയറടിച്ചു, കയ്യാമം വെക്കാതെ കൊണ്ടുപോയി. പോലീസ് വന്നു കയറടിച്ചു, കയ്യാമം വെക്കാതെ കൊണ്ടുപോയി. പായുന്ന ജീപ്പിലെ പോലീസുകാരനെ ചാരി ഉറക്കം പിടിച്ചിടുമ്പോൾ, പായുന്ന ജീപ്പിലെ പോലീസുകാരനെ ചാരി ഉറക്കം പിടിച്ചിടുമ്പോൾ, നിക്കറും കീശയിൽ കിളിയാക്കുന്നു വക്കത്തുലേശേ നനഞ്ഞ റൊട്ടി. നിക്കറും കീശയിൽ കിളിയാക്കുന്നു വക്കത്തുലേശേ നനഞ്ഞ റൊട്ടി. കവിത കേട്ടോ? ഇനി ചൊല്ലാം കേട്ടോ. എല്ലാവരും ചൊല്ലണം. പിന്നൊക്കെ ചൊല്ലണം. ഓരോ വരി ചൊല്ലുക കേട്ടോ. അതിന് ശേഷം ഞാൻ 2 ചോദ്യം ചോദിക്കും.
ഒരു കുട്ടി പണ്ടൊരു റൊട്ടി കട്ടു. ശബ്ദം പോരാ, ആ നടുക്കിരിക്കണമെന്ന് ചൊല്ലുന്നില്ല. ഒരു കുട്ടി പണ്ടൊരു റൊട്ടി കട്ടു, അവനെ മുതിർന്നവർ കെട്ടിയിട്ടു. വന്നവർ മാറി മാറി വേദനിപ്പിച്ചു, വിഷം തളിച്ചു. ആയുടെ ഉണ്ടായ മോഷണങ്ങൾ എല്ലാം അവനു സമ്മതിച്ചു. വിദ്യാലയം വിട്ട ബെല്ലടിച്ചു, വണ്ടികളേറെ കടന്നുപോയി. പോലീസ് വന്നു കയറടിച്ചു, കയ്യാമം വെക്കാതെ കൊണ്ടുപോയി. പായുന്ന ജീപ്പിലെ പോലീസുകാരനെ ചാരിയുറക്കം പിടിച്ചിടുമ്പോൾ നിക്കറിങ്കീശയിലിക്കിളിയാക്കുന്നു. വക്കത്തുലേശേ നനഞ്ഞ റൊട്ടി. ഓക്കെ, എന്താണ് ഈ കവിത പറ്റങ്ങൾക്ക് മനസ്സിലായത്? ഈ കുട്ടി റൊട്ടി കട്ടതിന് അവനെ കെട്ടിയിട്ടത് ശരിയായോ? ശരിയായോ? എന്താണ് അവൻ റൊട്ടി കക്കാൻ കാരണം? വിശന്നിട്ട്. വിശന്നവന് റൊട്ടി കൊടുക്കാൻ മുതിർന്നവർക്ക് ബാധ്യതയില്ലേ? കെട്ടിയിടുകയാണോ വേണ്ടത്? അല്ല, അവൻ പകുതി കടിച്ച് നനഞ്ഞ റൊട്ടി അവനെ തിന്നാൻ അയച്ചിട്ടില്ല. അത് അവൻ പേടിച്ച് അവൻ്റെ പോക്കറ്റിൽ വെച്ചിരിക്കുക. അതാണ് ക്ഷീണിച്ച് പാവം കുട്ടി ഇങ്ങനെ വിശന്ന് ചാരി ഉറങ്ങുമ്പോൾ പോക്കറ്റില് ആ നനഞ്ഞ റൊട്ടിയുടെ കഷ്ണം ഇങ്ങനെ കിടക്കും. എത്ര പാവപ്പെട്ട കുട്ടി. വണ്ടികളേറെ കടന്നു പോവുക. സ്കൂളിൽ പഠിക്കേണ്ട കുട്ടിയാണ്. അപ്പം അവനെവിടെയാണ്? കെട്ടിയിട്ടിരിക്കുകയാണ്. അവനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പം ഈ കവിതയിൽ നിങ്ങൾ കുട്ടിയുടെ പക്ഷത്താണോ, പോലീസുകാരൻ്റെ പക്ഷത്താണോ, കടക്കാരൻ്റെ പക്ഷത്താണോ? ആര്? ആ, കുട്ടിയുടെ പക്ഷത്താണ് അല്ലേ? ഈ കവിത റൊട്ടി എന്നുള്ള പേരുള്ള കവിതയാണ്. അങ്ങനെ ധാരാളം കഥകളും കവിതകളൊക്കെ നിങ്ങൾ വായിച്ചാൽ നമുക്ക് അതിലൊരുപാട് വികസനങ്ങളുണ്ടാവും. അപ്പം നിങ്ങൾ നല്ല മിടുക്കന്മാരും മിടുക്കുകളുമാണെന്ന് മനസ്സിലായി. നമ്മൾ അന്ന് പണ്ടോടൊപ്പം ചെയ്തതാണ്. ഒരു കയ്യടിയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കണം. ഞാൻ എൻ്റെ ഈ മൂക്കിന് നേരെ വിരൽ പിടിക്കും, ഇങ്ങനെ ചുറ്റി ഈ മൂക്കിന് നേരെ എത്തുമ്പോൾ ഒറ്റ കയ്യിൽ പാടും. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കാം. റെഡി? ബാക്കി ആള് ശ്രദ്ധിക്കട്ടേ ഇല്ല. ഈ മൂക്കിന് നേരെ വിരൽ വരുമ്പോൾ കൈയടിക്കാൻ പിന്നിലിരിക്കുന്നവർക്കൊക്കെ ബാധകമാണ് കേട്ടോ. റെഡി? നോക്കാം. ഒറ്റ കൈയ്യടി. ഇവിടെ മൂക്കുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ എല്ലാവരും ഈ വിദ്യാലയ വർഷാരംഭത്തിൽ നന്നായി കളിക്കുക, നന്നായി പഠിക്കുക. എന്താണ് പാട്ട് പാടിയത്? തുടക്കമൊരുത്സവം പഠിപ്പൊരുത്സവം എന്നാണ്. അപ്പോൾ പഠിപ്പ് എന്ന് പറഞ്ഞാൽ അത് ഉത്സവമാക്കി മാറ്റുക. അങ്ങനെയുള്ള ഒരു ഉത്സവമാണ് കാരക്കുത്ത് അങ്ങാടിയിലെ ഈ സ്കൂളിൽ നിന്ന് ആരംഭിച്ചത്. ഇവിടെ എത്തിയ രക്ഷിതാക്കളോടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ കുട്ടികളെയും രക്ഷിതാക്കളെയും ഒരേ സമയത്ത് സംസാരിക്കുക നമുക്ക് എളുപ്പമല്ല. അത് നമുക്ക് മറ്റൊരു വേളയിലാവാം. രക്ഷിതാക്കളോടുള്ള സംസാരം തീർച്ചയായും നല്ല മിടുക്കന്മാരും മിടുക്കുകളുമായ നിങ്ങളുടെ മക്കൾ ഈ ഒരു വിദ്യാലയ വർഷാരംഭത്തിൽ നിങ്ങളുടെ പിന്തുണയോടുകൂടി കാരക്കുത്ത് AUP സ്കൂളിലെ നല്ല വിദഗ്ധരായ അധ്യാപകരുടെ സഹായത്തോടു കൂടി ഈ നാടിൻ്റെ കാരക്കുത്തിൻ്റെ മുതുതലയുടെ ഏറ്റവും ഉയർന്ന മക്കളായി ലോകത്തിൻ്റെ പല ഭാഗത്ത് നല്ല നല്ല നിലകളിൽ എത്തിച്ചേരട്ടെ. നല്ല കഴിവുള്ള കുട്ടികളാണ് എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ വരാനും നിങ്ങളെ എല്ലാവരെയും കാണാനും രണ്ടു വാക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.
സാർക്ക് നല്ലൊരു കയ്യിൽ കൊടുക്കി. അതിഗംഭീരമായിട്ട് ഹൃദയസ്പർശിയായ കഥ കവിതകൾ ആലപിച്ചല്ലേ. ഇപ്പോ ഇതിങ്ങനെ അവതരിപ്പിച്ചേക്ക് നമ്മുടെ വേദിയിൽ നിന്ന് നമ്മുടെ ഈ കുടുംബത്തിൽ നിന്ന് ഒരു ക്ഷണം സാർക്ക് വന്നത്. സാറ് അങ്ങനെ വിട്ടുപോയത് കാരണം നമ്മുടെ ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്ക് കടന്ന ഒരു പറ്റം വിദ്യാർത്ഥികളുണ്ട്. അവൾ ഇരിപ്പിടം ഉറച്ചാൽ സാറും രക്ഷിതാക്കളുമായി ഒന്നുകൂടി സംവദിക്കാൻ വരണം. സാറ് ഏറ്റിട്ടുണ്ട്. വളരെ സന്തോഷം. കാരണം ഇപ്പൊ എല്ലാവരും കൂടി ആകുമ്പോൾ എല്ലാവർക്കും എത്താൻ കഴിയില്ല. അവരൊന്ന് ഇരിക്കട്ടെ. അപ്പോൾ അവർ സാറ് ഒരു വേദി ഒരുക്കും. ഇപ്പൊ സാറ് വരണം. സാറ് വരില്ല? വരും. രക്ഷിതാക്കൾക്കും ആ കുട്ടികൾക്കും വേണ്ടി സാറ് വരാൻ പറ്റില്ല. എന്നാലും ആ ഒരു ഇതിനൊരു കയ്യിലോട് നിങ്ങളെ ഓക്കെ ഓക്കെ പരിപാടി അടുത്തതിൽ കിടക്കും. നമ്മളവരെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേരാൻ ഇനിയും വഴുകുമെന്നറിഞ്ഞതിൻ്റെ പേരിൽ ഈ പ്രവേശനോത്സവ ഉദ്ഘാടനം നമ്മുടെ സ്കൂൾ മാനേജർ ശ്രീ അബ്ദുറഹ്മാൻ മാസ്റ്റർ നിർവഹിക്കുന്നതാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനം അധ്യക്ഷൻ നമ്മുടെ PTA പ്രസിഡന്റ് സൗക്കത്ത് കൊടുമുണ്ട, അതേപോലെ വൈസ് പ്രസിഡന്റ് സമീർ സാഹിബ് മാനത്തറകൈ, അതേപോലെ നമ്മുടെ വിശിഷ്ട അതിഥി എൻ്റെ പ്രിയ സുഹൃത്തും ചിരകാല ബന്ധുവുമുള്ള നമ്മുടെ സ്കൂളിലെ HM അവർക്ക് സ്വാഗതം ആശംസിക്കണം. നമ്മുടെ ഹസീന മേഡം, അതേപോലെ നമ്മുടെ സ്കൂളിലെ പ്രഗത്ഭരും ബഹുമാനീയരുമായ അധ്യാപകന്മാർ, നമ്മുടെ ഏറ്റവും ബഹുമാനീയരായ നമ്മുടെ രക്ഷിതാക്കൾ, നമ്മുടെ പ്രിയ നല്ല കുട്ടികളെ, നമ്മളോട് സംവദിക്കാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രസിഡന്റ് വരാമെന്ന് നേരത്തെ എപ്പോഴും ഇവിടെ വരാറുണ്ട്, നമ്മൾ സംവദിക്കാറുണ്ട്. എന്നാൽ ഇന്ന് ചില അസൗകര്യങ്ങൾ കാരണം ബ്ലോക്ക് പരിപാടിയും പഞ്ചായത്ത് പരിപാടി നമ്മുടെ പഞ്ചായത്ത് ആയതുകൊണ്ട് അവർ വരുമ്പോഴേക്കെങ്കിലും മുന്നിരിക്കും. അതുകൊണ്ട് നമ്മൾ പരിപാടി നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അതേപോലെ തന്നെ ആരാണ് ഇവിടെ മുഖ്യ പ്രഭാഷണത്തെ അന്വേഷിച്ചു അത് നമ്മുടെ ഗോളി മാഷാന്ന് പറഞ്ഞപ്പോൾ ഇനിയും ആവശ്യമില്ല, നന്നായി വിഷയങ്ങൾ അവതരിപ്പിച്ച് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് പോലെ മുമ്പ് നടത്തിയിട്ടുണ്ടാവും. പിന്നെ നാട്ടിലെ വെടിക്കെട്ടിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. എങ്കിലും ഞാൻ വന്ന് നിങ്ങളുമായി വീണ്ടും സംവദിക്കാം എന്ന് പറഞ്ഞ് സമ്മതം വാങ്ങിയിട്ടുണ്ട്. ഇതൊരു പൊതു പരിപാടിയാകുമ്പോൾ സ്വാഗതം, അധ്യക്ഷൻ, ഉദ്ഘാടനം ഒക്കെ പ്രഭാഷണത്തിൽ കണ്ടാൽ ഘടകങ്ങളാണ്. അതിൻ്റെ ഘടകമാണ് ഉദ്ഘാടനം. ഉദ്ഘാടനം തുടങ്ങി വയ്ക്കാൻ വേണ്ടത് അവസാനിക്കുന്ന സമയത്താണ് വന്നിരിക്കുന്ന അദ്ദേഹത്തെ നമ്മുടെ പ്രസിഡന്റ് കാത്ത് നേരെ വൈകിയതാണ്. ഒരു അസുഖം കാണിക്കരുത്. നമ്മളെ വീണ്ടും പ്രസിഡന്റ് വരും, എപ്പോഴും വരാറുണ്ട്, അവരുമായി സംവദിക്കാറുമുണ്ട്. അവർ അസാന്നിധ്യത്തിലും അവരുണ്ട് എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടും ഈ പരിപാടിക്ക് ഈ കൊല്ലത്തെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും പൂർവോപരി നമ്മൾ മുന്നോട്ട് പോകണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടും അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും നമ്മുടെ നാട്ടുകാരും എല്ലാവരും സഹകരിച്ച് നമ്മുടെ ഈ സ്ഥാപനത്തെ ഉന്നതിയിൽ കൊണ്ടുകൊണ്ടും എൻ്റെ ചെറുവാക്ക് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ആശയം നേർന്നുകൊണ്ട് എൻ്റെ ചെറുവാക്ക് അവസാനിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് സാധനം ഞാൻ പിന്മാറുന്നു. നമ്മളിത് മരണപ്പെട്ടു പോയ കുട്ടികളുടെയും അധ്യാപകരുടെയും പേരിൽ മനസ്സാധിപ്പിച്ചുകൊണ്ടും ഓർമ്മിച്ചുകൊണ്ടും ഞാൻ പിന്മാറുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.